മെൽബണിൽ നടക്കുന്ന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാം BGT ടെസ്റ്റിൽ ടോസ് നേടി ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ ഓസ്ട്രേലിയ മികച്ച റൺസ് ഉയർത്തി ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മത്സരത്തിന്റെ ആദ്യ ദിനം തന്നെ 4 അർദ്ധസെഞ്ചുറികളാണ് ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാരുടെ ബാറ്റിൽ നിന്നും പിറന്നിരിക്കുന്നത്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച സാം കോൺസസ് എന്ന 19 വയസ്സുകാരൻ ഏകദിന ശൈലിയിൽ ബാറ്റ് വീശി തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അർദ്ധസെഞ്ചുറി നേടിയിരിക്കുകയാണ്. ഇന്ത്യയുടെ നിലവിലെ ഏറ്റവും മികച്ച ബോളറായ ജസ്പ്രീത് ബുംറയടക്കം നന്നായി അടിച്ചു തകർത്തിരിക്കുകയാണ് കോൺസസ് എന്ന ഓസ്ട്രേലിയൻ കൗമാരക്കാരൻ. 65 പന്തിൽ 6 ഫോറും 2 സിക്സും അടക്കം 60 റൺസാണ് കോൺസസ് നേടിയത്. കോൺസസിനൊപ്പം ഓപ്പണിംഗ് ആരംഭിച്ച ഉസ്മാൻ ഖവാജ അടക്കം തുടർന്നു വന്ന മാർനസ് ലബുഷൈൻ, സ്റ്റീവ് സ്മിത്ത് എന്നീ ടോപ്പ് ഓർഡർ നിരയിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ 4 പേരും ആദ്യ ദിനം തന്നെ അർദ്ധ സെഞ്ചുറികൾ കുറിച്ചിരുന്നു. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ 6 വിക്കറ്റ് നഷ്ടത്തിൽ 311 റൺസ് എന്ന നിലക്കായിരുന്നു. 68 റൺസുമായി രണ്ടാം ദിനം കളി ആരംഭിച്ച സ്റ്റീവ് സ്മിത്ത് ഈ സീരീസിലെ തന്റെ രണ്ടാം സെഞ്ചുറി കുറിച്ചിരിക്കുകയാണ്. 140 റൺസാണ് സ്മിത്ത് നേടിയത്. കഴിഞ്ഞ 3-ാം ടെസ്റ്റിലും ഇന്ത്യക്കെതിരെ ഉജ്ജ്വല സെഞ്ചുറി കുറിച്ചിരുന്നു സ്മിത്ത്. കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം ഫോം ഔട്ടിലായിരുന്നു. കഴിഞ്ഞ മത്സരങ്ങളിൽ കാര്യമായ ഫോം കണ്ടെത്താതിരുന്ന സ്മിത്ത് പോലും ഇന്ത്യക്കെതിരെ വളരെ നല്ല രീതിയിലാണ് കളിക്കുന്നത്. പാറ്റ് കമ്മിൻസനാകട്ടെ ഇന്ത്യക്കെതിരെ നന്നായി ബാറ്റിംഗ് മികവും കാണിക്കുന്നു എന്നത് ഇന്ത്യയുടെ ബൗളിംഗ് എത്രമാത്രം പരിതാപകരമാണെന്ന് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലാക്കാം. നിലവിൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ബൗളിംഗ് സ്ഥിതി നോക്കുകയാണെങ്കിൽ കാര്യമായ ഒരു പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ജസ്പ്രീത് ബുംറയ്ക്ക് മാത്രമാണ്. വിക്കറ്റെടുക്കാൻ ഇന്ത്യൻ ബൗളർമാർ ഓസ്ട്രേലിയക്ക് മുന്നിൽ വിയർക്കുമ്പോഴെല്ലാം ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ജസ്പ്രീത് ബുംറ എന്ന ഇന്ത്യയുടെ ഒറ്റക്കൊമ്പൻ തന്നെയാണ്. ബുംറയ്ക്ക് മികച്ച പിന്തുണ നൽകാൻ ആരും തന്നെ ഉണ്ടാകുന്നില്ല എന്നതാണ് ഇന്ത്യ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. 4-ാം മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ബുംറയും ജഡേജയും ആകാശ്ദീപും വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. ബുംറ 4 വിക്കറ്റും ജഡേജ 3 വിക്കറ്റും ആകാശ്ദീപ് 2 വിക്കറ്റ്, വാഷിംഗ്ടൺ സുന്ദർ 1 വിക്കറ്റും നേടി ഓസ്ട്രേലിയയെ 474 റൺസിന് ഓൾ ഔട്ടാക്കിയിരിക്കുന്നു. എന്നാൽ സ്ഥിരതയാർന്ന ഒരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ ബുംറയ്ക്കല്ലാതെ മറ്റാർക്കും സാധിക്കുന്നില്ല. മുഹമ്മദ് ഷമിയുടെ അഭാവവും ടീമിനെ നന്നായി അലട്ടുന്നുണ്ട്. ഓരോ മത്സരങ്ങളും കഴിയുമ്പോഴും ഇന്ത്യ ടെസ്റ്റ് റാങ്കിംഗ് പട്ടികയിൽ നിന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ അവസ്ഥയിൽ ആരാധകരും മുൻ ഇന്ത്യൻ താരങ്ങളും ആകെ രോഷാകുലരായിരിക്കുകയാണ്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ ചോദ്യം ചെയ്തു പല താരങ്ങളും ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ അടക്കം രോഹിത് ശർമ്മയ്ക്കെതിരെ വളരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. ഇനിയുള്ള 2 മത്സരങ്ങളും ഇന്ത്യ പരാജയപ്പെട്ടാൽ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും ഒഴിയണമെന്നാണ് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ കുറ്റങ്ങളും ഇപ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ മേലാണ്. ആദ്യ ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറ ഇന്ത്യയെ നയിച്ചപ്പോൾ ആ മത്സരത്തിൽ ഇന്ത്യ വളരെ നല്ലൊരു വിജയവും നേടിയിരുന്നു. എന്നാൽ തുടർന്നുള്ള മത്സരങ്ങളിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മടങ്ങി വന്നതോടെ ഇന്ത്യയുടെ അവസ്ഥ വീണ്ടും ദയനീയമാവുന്ന കാഴ്ചയാണ് ആരാധകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് മത്സരത്തിൽ നിന്നും വിരമിക്കുകയും പുതിയ താരങ്ങൾക്ക് അവസരം നൽകുകയും ചെയ്യണം എന്നുവരെ പല പ്രമുഖ വിദഗ്ധരും വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇന്ത്യയുടെ ബാറ്റിംഗിലായിരിക്കും ഇനിയെല്ലാം. ഇന്ത്യക്ക് മത്സരം തിരിച്ചു പിടിക്കാനാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. നിലവിൽ ഇപ്പോൾ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ 2 വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്തു. ഓപ്പണിംഗ് ബാറ്റിങ്ങിനിറങ്ങിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 3 റൺസോടെയും പിന്നാലെ വന്ന KL രാഹുൽ 24 റൺസുമെടുത്ത് പുറത്തായിരിക്കുന്നു. ഈ കളിയും ഇന്ത്യ കൈവിട്ട അവസ്ഥയാണിപ്പോൾ കാണുന്നത്.